ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ 500 രൂപ സേവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ, ഇന്ന് ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വാച്ചിങ് മാത്രമായിരുന്നു. മെയിൻ റീസൺ, കഴിഞ്ഞ ആഴ്ച എല്ലാ ട്രേഡും ഞാൻ എടുത്തത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് വാച്ച് ചെയ്തത് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രേഡ് എടുക്കാം എന്ന് ഇന്ന് വിചാരിച്ചു, ഇന്നലെ എടുത്തില്ലല്ലോ, അപ്പോൾ ഇന്ന് എന്തായാലും ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഷാർപ്പ് സെല്ലിംഗ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് സൈഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത്. ഈ ഒരു റീബൗണ്ടിൽ ട്രേഡ് എടുക്കാം എന്നെനിക്ക് നല്ലൊരു ത്വര ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു. ഒരു കൺഫർമേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ നോക്കാം. ഇനി അവിടെ നിന്ന് ഒരു റിവേഴ്സൽ വരിക, ഇത്രയും നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഫോളിന് ശേഷം തിരിച്ച് മാർക്കറ്റ് റിക്കവർ ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡൗട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും കഴിഞ്ഞ ആഴ്ച ഫുള്ള് ലോസ് അല്ലേ, അന്ന് ഹോൾഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പോരാത്തതിന് ഇന്ന് പിന്നെ എക്സ്പയറി ഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര ചോപ്പി മാർക്കറ്റായിരുന്നു, സൈഡ് വേസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ വലിയ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ആ ഒരു റേഞ്ചിനകത്ത് തന്നെയായിരുന്നു പിന്നീട് ഉണ്ടായിരുന്ന ട്രേഡ് ഫുള്ള് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്ത് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി എനിക്ക് അത്യാവശ്യം നല്ലൊരു ലോസ് വരാനും ചാൻസ് ഉണ്ടായിരുന്നു. കാരണം ടൈം ഡിക്കേയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പ്രീമിയത്തിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറയാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഞാനപ്പോൾ ആ ട്രേഡ് എടുത്തില്ല. അങ്ങനെ ഒരു 500 രൂപ 2 ദിവസമായിട്ട് സേവ് ചെയ്യുന്നുണ്ട്. നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ അത്യാവശ്യം ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ എന്തായാലും ട്രേഡ് എടുക്കുന്നുള്ളൂ. 4 ദിവസത്തെ ആ ലോസ് മൈൻഡിൽ നിന്നൊന്നും മാറിയതിന് ശേഷം ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഇങ്ങനെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ അവർ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ കണ്ടിന്യൂസ് ലോസ് വരാം. അപ്പോൾ കണ്ടിന്യൂസ് ലോസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ ആ സ്ട്രാറ്റജി സ്റ്റിൽ സെയിം സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യണം. കുഴപ്പമില്ല, ലോസ് മാക്സിമം 10 ലോസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് വരാം. പക്ഷേ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. എല്ലാ ട്രേഡേഴ്സും ഈ ഒരു സംഭവത്തിലാണ് എപ്പോഴും ലോസ് എല്ലാവരുടെ മൈൻഡ് പാളി പോകുന്നത്. അതേപോലെ ആവാതിരിക്കുക. മാക്സിമം നമ്മൾ കൊണ്ടുപോയ ആ സെയിം സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കാനാണ് ഓൾമോസ്റ്റ് എനിക്കറിയാമെന്നുള്ള എല്ലാ വലിയ വലിയ ട്രേഡേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ അവരുടെ വാക്കുകൾ കേൾക്കുകയാണ്. അവരൊന്നും അങ്ങനെ യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തവരാണ്. കാരണം ട്രേഡിങ്ങിൽ നിന്ന് ആക്ച്വലി പൈസ ഉണ്ടാക്കുന്നവർ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവർക്ക് വേറെ ഇത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് യാതൊരു ഉപയോഗവും ഉള്ള കാര്യമല്ല. ചിലവർ ഫണ്ണിന് വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്, അവർക്ക് ഒരു സംതൃപ്തി കിട്ടാൻ വേണ്ടി. അല്ലാതെ യൂട്യൂബിലുള്ള എല്ലാ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അത് ചെയ്യ് ഇത് ചെയ്യ്, ആ ടെക്നിക്കൽ യൂസ് ചെയ്യ് ഈ ടെക്നിക്കൽ യൂസ് ചെയ്യുന്ന പറയുന്ന എല്ലാവരും ട്രേഡ് ചെയ്യാൻ അറിയില്ലാത്തവരാണ്. അതുകൊണ്ട് അവരുടെ വാക്കുകളും കേട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക, സ്വന്തമായിട്ട് പഠിച്ച് അറിഞ്ഞ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അറിയാമെന്നുള്ള ജെന്യുവൻലി നേരിട്ട് അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൺസൾട്ട് ചെയ്തിട്ട് നോക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം എനിക്കറിയാമെന്നുള്ള കുറച്ച് പേരുണ്ട്, അവർ പറയുന്ന കണക്കാണ് അവരിങ്ങനെ യൂട്യൂബും ചാനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ്. അവർ ജെന്യുവനായിട്ട് ട്രേഡ് ചെയ്ത് അവരുടെ റിയൽ ടൈം പൈസ നേരിട്ട് അറിയാമെന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരാണ് എനിക്ക് ഇങ്ങനെ സജഷനൊക്കെ ചെയ്ത് തരുന്നത്. അവരുടെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. പക്ഷേ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഗ്രോത്തും കാര്യങ്ങളൊന്നും വരത്തില്ല എന്നാണ് അവരെപ്പോഴും പറയാറ്. അപ്പോൾ ഞാൻ എന്തായാലും സ്വന്തമായിട്ട് തന്നെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് കംഫർട്ടായുള്ളൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഒരു ശ്രമം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തുടക്കത്തിൽ കുറച്ച് ലോസ്, പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നല്ലൊരു ഡിസിപ്ലിനായിട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ഈ യൂട്യൂബ് ജേണി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ഞാൻ ജെന്യുവനായിട്ട് എൻ്റെ പ്രോഫിറ്റ് ലോസ് എല്ലാം കാണിച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാറുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ എല്ലാം കാണിച്ചുകൊണ്ടാണ് ഇടാറുള്ളത്. സാധാരണ യൂട്യൂബിലുള്ളവരെ പോലെ എല്ലാം ഹൈഡ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു.